899 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു TWS ആണ് സ്വാട്ടിൻ്റെ എയർലൈറ്റ് 006 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു TWS ഇയർബഡ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്വാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനീനെ കേൾക്കുന്നത്. ഇവർ എനിക്ക് മെയിൽ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇങ്ങനത്തെ TWS ഒന്നും ഒരുപാട് ചെയ്യേണ്ടെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ ഡിസൈനൊക്കെ കണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വരുത്താറുണ്ട്. അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു യൂണിറ്റ് അയച്ചു തന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം. 899 എന്നുള്ള പ്രൈസ് നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കണം. കാര്യം 899 രൂപയ്ക്കകത്ത് ഇത്രയും സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫീച്ചർ വൈസ് ഒന്നുമല്ല, പക്ഷേ ക്വാളിറ്റി പ്ലസ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളതാണ് ഞാൻ ഇതിനെ ഒറ്റ വാക്കി പറയുന്നത്. ഒന്നാമത്തത് ഫിസിക്കലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വെള്ള കളർ പെട്ടിക്കകത്താണ് നമുക്ക് കിട്ടുന്നത്. നല്ല പ്രീമിയം ഫീലിലുള്ള പെട്ടിയാണ്. 899 രൂപയുടെ സാധനങ്ങൾ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടേ. പെട്ടി തുറക്കപ്പോൾ ഒരുമാതിരി മറ്റേ പ്ലാസ്റ്റിക് ഇടയിൽ നിന്ന് ഉരുക്കി എടുത്തുകൊണ്ട് വന്നതുപോലത്തെ പ്ലാസ്റ്റിക്കൊക്കെയാണ് ഫീൽ ചെയ്യണത്. ഇത് ഭയങ്കര പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇയർബഡ്സിൻ്റെ കാര്യം. ഇയർബഡ്സ് പക്ക നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ കോപ്പി കണ്ട. എയർപോഡ്സ് പ്രോ തന്നെയാണ് ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വാട്ട് എന്ന് ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു റബ്ബർ ടിപ്പ് വരുന്നതാണ്. അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫേം ആയിട്ട് ഇരുന്നുള്ളൂ. നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമല്ല. നമ്മൾ കാതിലേക്ക് വയ്ക്കുമ്പോൾ കുറച്ച് നടഞ്ഞിരുന്നോളൂ. ഇങ്ങനെ എടുത്ത 2 ഇയർബഡ്സും നിങ്ങൾ ഈ കേസിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടുണ്ട്. ഈ കേസിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, ഇടത്തെ കാതിലുള്ള ഇയർബഡ്സിന് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും വലത്തെ കാതിലുള്ള ഇയർബഡ്സിന് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും ഈ കേസിന് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നും ഇവിടെ എഴുതി കാണിക്കും. 65% ഈ ഒരു കേസിന് ചാർജ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഫുൾ ചാർജ് ആയിട്ടിരിക്കുന്നത്, ഫുൾ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. 899 രൂപയേ ഉള്ളൂ. 899, 1000 രൂപ പോലുമല്ല. 899 രൂപയ്ക്ക് ഭയങ്കര വെർത്തായിട്ടുള്ള ഒരു ഇയർബഡ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് Type-C ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പെട്ടിക്കകത്ത് അവർ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തത് IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ 400 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് 60 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ വരെ ടോക്ക് ടൈം, അതായത് നിങ്ങൾ കോളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ വരെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കേസിൻ്റെ അകത്ത് വെച്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അവർ പറയുന്നത് 10 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുമെന്നാണ്. അതായത് 10 മണിക്കൂർ വരെ വിളിച്ചുകൊണ്ടിരിക്കാം. 899 രൂപയ്ക്കൊക്കെ ഉള്ള TWS വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാതിൽ വെക്കപ്പോൾ ആ ഒരു കാത് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ പൊതുവെ വർക്ക് ആവാറില്ല. നമ്മളിപ്പോൾ ഒരു കാതിൽ വെച്ചിട്ട് പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇയർബഡ് കേസിൻ്റെ അകത്തിരുന്ന് പാട്ട് കേൾക്കും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കാതിലായിട്ട് ഉപയോഗിക്കാം, 2 കാതിലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കാതിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് വെൽക്കം ടു സ്വാട്ട്, ബി സ്വാട്ടിഷ് എന്നിങ്ങനെ പറയും. പിന്നെ ഒരു കോമഡി പരിപാടിയുണ്ട്. നിങ്ങളിതിനെ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ടൊന്ന് പെയർ ചെയ്യണം. പെയർ ചെയ്ത് കഴിയുമ്പം ഒരു ചേച്ചി വരും. ഇത്രയും സെക്സി ആയിട്ട്, ഇത്രയും ഹോട്ടായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ബ്ലൂടൂത്ത് കണക്റ്റഡ് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട്, വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. ബേസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ബേസ് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസ് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു മുഴക്കമുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അത്ര മുഴക്കം ഇഷ്ടമല്ല. ബേസ് കുറച്ച് ഓവറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ടോൺ ക്വാളിറ്റി ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കിഡിലൻ ടോൺ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, ഇതിൻ്റെ ടോൺ ക്വാളിറ്റി എനിക്ക് കിഡുമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. മൂവി കാണാൻ ഭയങ്കര നല്ലതാണ്. വീഡിയോസ് കാണാൻ ഭയങ്കര നല്ലതാണ്. പാട്ട് കേൾക്കാനും കൊള്ളാം. പക്ഷേ ആ ഇടിയും മുഴക്കവും ഒരുപാടുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. വളരെ സൂത്തിങ് ആയിട്ടുള്ളതും കുറച്ച് മാത്രം ഇടിയും മുഴക്കമൊക്കെ ഉള്ള പാട്ടാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് ഔട്ട് ഓഫ് 10 ഞാനൊരു 8 കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബിൽ ക്വാളിറ്റി മൊത്തത്തിലുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഔട്ട് ഓഫ് 10 9 കൊടുക്കുന്നുണ്ട്. പ്രൈസ് ടു വാട്ട് യു ഗെറ്റ് റേഷ്യോയിൽ, അതായത് നിങ്ങളുടെ വില പ്ലസ് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, വില ടു നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് 10 10 തന്നെ ഞാൻ കൊടുക്കുന്നു. 899 രൂപയ്ക്ക് ഇത് പക്ക സാധനമാണ്. ഞാൻ വിചാരിച്ച ഒരു 1599 ആയിരിക്കും, അല്ലെങ്കിൽ 1499 ആയിരിക്കും എന്നാണ്. 899 ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആൻഡ് ഫൈനലി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അസാധ്യമാണ്. ഒറ്റ തവണ ചാർജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കുറേ നേരം ഉപയോഗിക്കാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊന്നും ആരും ഇതും കാതിൻ്റെ അകത്ത് തിരുവി കയറ്റിക്കൊണ്ട് നടക്കാനൊന്നും പോണില്ല.
ഇനി ഫൈനലായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു 4 യൂണിറ്റ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്. ഈ വീഡിയോയ്ക്കകത്തൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, വീഡിയോയ്ക്കകത്തൊന്നും പറഞ്ഞിട്ടില്ല. അവർ നമുക്ക് 5 യൂണിറ്റാണ് അയച്ചത്. അതിനകത്തൊന്ന് 4 എണ്ണം ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ TWS എല്ലാവരും വന്ന് കാണത്തൊന്നുമില്ല. ഈ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാം ചാടി വീണ് വരും. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. ഞാൻ ജസ്റ്റ് ക്യാമറ ഓണാക്കി വന്നിരുന്ന് പറയാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കാം. ഈ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ജസ്റ്റ് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ എബൌട്ടിൽ ഇട്ടിട്ടുണ്ടാവണം. അല്ലാത്ത അക്കൗണ്ടിനെ ഞാൻ റിജക്റ്റ് ചെയ്യും. ക്ലിയർ ആയിട്ട് പറയുവാണേ. അപ്പോൾ 4 പേരെ ഞാൻ ഒരു ദിവസം സെലക്ട് ചെയ്യും. പറയാതെ ഒരു ദിവസമായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഗിവ് അവേ വിന്നറിനെയും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗിവ് അവേ അർഹിക്കുന്നവർക്ക് എന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.